വെൽക്കം ടു നിക്കീസ് വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്ന് നാട്ടിൽ പോവാണ്. അപ്പോൾ ഒരു 15 ഡേയ്സിന് വേണ്ടിയിട്ട് നാട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കസിൻ്റെ കല്യാണമുണ്ട്. പിന്നെ നമുക്ക് വിഷുവും കൂടാം എന്നുള്ള രീതിയിൽ നമ്മൾ റസൽ ഖൈമ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഇവിടുന്ന് കോഴിക്കോടേക്കാണ് ഉണ്ടായിരുന്നത് ഫ്ലൈറ്റ്. ഇപ്പോൾ കൊച്ചിയിലേക്കും ഉണ്ട്. അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് ചെക്ക് ഇൻ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ലഗേജ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു. കറക്റ്റ് വെയിറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ ലഗേജിനൊക്കെ പറഞ്ഞു വിട്ടിട്ട് പിന്നെ നമ്മൾ നേരെ ഡ്യൂട്ടി ഫ്രീയിലേക്ക് കയറി. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. അവിടെ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ മേടിക്കുമല്ലോ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോഴാണ് ഇവിടെ ഒരു ചോക്ലേറ്റ് ഇത്ര വലിയ ലോലിപോപ്പിൻ്റെ രീതിയിൽ കണ്ടത്. അപ്പോൾ നല്ല ഒരു ജംബോ രീതിയിലുള്ളൊരു ലോലിപോപ്പായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വേറെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. സ്മോൾ കൈൻഡ് ഓഫ് ലോലിപോപ്പുകളായിരിക്കും. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെയിറ്റിങ്ങിലിരുന്നു. അങ്ങനെ കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആയി. അപ്പോൾ നമ്മൾ ഇൻഡിഗോയിലാണ് പോകുന്നത് കൊച്ചിയിലേക്ക്. അങ്ങനെ നമ്മളുടെ വണ്ടി വന്നു. അതിൽ കയറിയിട്ട് നേരെ ഫ്ലൈറ്റിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ നമ്മൾ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ഇതാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഇരുന്നപ്പോഴാണ് നമ്മൾ വിഷ്ണുവിൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ, സെയിം ഫ്ലൈറ്റിൽ തന്നെ. അപ്പോൾ അവരായിട്ട് നല്ല കമ്പനി അടിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മളുടെ ടേക്ക് ഓഫ് ആയി. கலங்கரை விளக்கமே ஏனிதயம் உடைத்தாய். അങ്ങനെ ഒരു 4 മണിക്കൂറിന് ശേഷം നമ്മൾ കൊച്ചിയിലേക്ക് ലാൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ അങ്ങോട്ടും തിരിഞ്ഞ് ഇങ്ങോട്ടൊക്കെ കിടന്ന് കുറച്ച് നേരമൊക്കെ ഉറങ്ങി. അപ്പോൾ നമ്മളുടെ ലാൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ എല്ലാ ലഗേജൊക്കെ എടുത്തിട്ട് നമ്മളുടെ ഹാൻഡ് ബാഗ് കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അങ്ങനെ എടുത്ത് നമ്മൾ ഇറങ്ങി. சிரித்தேன் மறுநாள் வெறுத்தேன் உன்னை நான் கொல்லாமல் கொன்று புதைத்தேனே. மன்னிப்பாயா 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 மன்னிப்பாயா. അപ്പോൾ ഇവിടുത്തെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡ്യൂട്ടി ഫ്രീ വഴി നമ്മൾക്ക് ഇങ്ങനെ നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ അവിടെ വരും. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ അതിൽ കൂടെ പോകുമ്പോൾ ഇതുപോലെ കുറേ ഈ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ സൈഡിൽ. അങ്ങനെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലോ, നമുക്ക് കൊച്ചി എത്തി, നമ്മുടെ നാടെത്തി എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ നമ്മൾ ഇത് സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് നമ്മുടെ ലഗേജിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓരോന്ന് പാസ്സാവുമ്പോൾ നമ്മളുടെ ഇതാണോ നമ്മുടെ വെട്ടി, ഇതാണോ നമ്മുടെ ലഗേജ് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ നോക്കി ലാസ്റ്റ് നമ്മുടെ എല്ലാ സംഭവങ്ങളും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നേരെ നമുക്ക് വണ്ടിയിലേക്ക് കയറാം. അപ്പോൾ വണ്ടിയിലേക്ക് വിഷ്ണുവിൻ്റെ കസിനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ചേട്ടൻ്റെ പേരും വിഷ്ണു എന്നാണ്. അപ്പോൾ വിഷ്ണുവും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടിയിലൊക്കെ കയറി നമ്മൾ നേരെ വീട്ടിലേക്ക് യാത്രയാവാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾക്ക് നല്ലൊരു മഴയും കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ലാൻഡായി അപ്പോഴേ തന്നെ നല്ലൊരു മഴ കിട്ടി. അപ്പോൾ നമ്മൾ ആലുവ വഴിയൊക്കെ വന്ന കാരണം കൊണ്ട് ആലുവ പോട്ട വഴിക്ക് വന്ന പെരിഞ്ഞാലക്കുട വഴി വന്നത്. അപ്പോൾ എൻ്റെ വീട് വഴിക്കാണ് പോകുന്നത്. അറ്റ് ലാസ്റ്റ് നമ്മൾ വിഷാൻ്റെ വീട്ടിലെത്തി. അങ്ങനെ ലഗേജ് കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കുകയാണ്. അപ്പോൾ അമ്മ അവിടെ തേങ്ങ പാല്
പിഴിയുന്നുണ്ടായിരുന്നു. മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വിഷുക്കട്ടിയും മട്ടനുമാണ് നമ്മൾ കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. നമ്മുടെ വിഷു ആവുമ്പോൾ ഇവിടുത്തെ സ്പെഷ്യലാണ്, തൃശ്ശൂർക്കാരുടെ സ്പെഷ്യലാണ്. അങ്ങനെ നമ്മൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഗ്യാങ് മീറ്റപ്പ് പോലെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സെൻറ്റ് ജോസഫിൽ ഞങ്ങൾ ഗേൾസ് ഗ്യാങ്. അങ്ങനെ അതാ എല്ലാവർക്കും കുട്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കുട്ടികളൊക്കെ കൊണ്ടിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ നാൾക്ക് ശേഷമാണ് ഇവർ പിന്നെ ഇടയ്ക്കൊക്കെ മീറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇവരെല്ലാവരും മീറ്റ് ചെയ്യണേ. ഇതിൽ 2-3 ആൾക്കാർ മിസ്സിങ് ആണ്. അപ്പോൾ അവർക്ക് പറ്റാൻ പറ്റില്ല. അങ്ങനെ കുറച്ചേരൊക്കെ വർത്താനം പറഞ്ഞിരുന്നതിന് ശേഷം നമ്മൾ ഫുഡ് മേടിക്കാനായിട്ട് പോയി. അങ്ങനെ വരുന്ന വഴിയിൽ കുറച്ച് പടക്കവും കാര്യങ്ങളൊക്കെ മേടിച്ചു. വിഷു അല്ലേ, അപ്പോൾ നമ്മളവിടെ ചെന്നിട്ട് പിന്നെ നമ്മൾ അടിപൊളി നല്ല ചിക്കൻ ബിരിയാണിയാണ് മേടിച്ചത്. ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആയപ്പോൾ ചെറിയ രീതിയിൽ കമ്പിത്തിരിയും മേശാപ്പൂവും അങ്ങനെയൊക്കെ മേടിച്ചു. അങ്ങനെ പടക്കം രീതിയിലൊന്നും മേടിച്ചൊന്നുമില്ല, കുട്ടികൾക്ക് ഉള്ള കാരണം കൊണ്ട് പേടിയൊക്കെ ആവില്ലേ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഇതുമാതിരിയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ച് അറ്റ് ലാസ്റ്റ് നമ്മുടെ ഒരു ഫോട്ടോഷൂട്ട് രംഗം എത്തി. അപ്പോൾ എല്ലാ കുട്ടി പട്ടാളങ്ങളെയും നമ്മൾ അവിടെ അറേഞ്ച് ചെയ്ത് ഇരുത്തിയിട്ട് അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലാവരും ഫോട്ടോയും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അറ്റ് ലാസ്റ്റ് നമ്മൾ കൊമ്പത്തിരിയും മേശപ്പൂവൊക്കെ കത്തിച്ച് നമ്മൾ അവിടെ നിന്ന് എല്ലാവരുടെ അടുത്തും യാത്ര പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ചാമ്പ്യൻ്റെ പടക്കക്കടയിലോട്ടാണ്. അതായത് നമ്മളിവിടെ ചെമ്പൻ്റെ കടയിൽ പോവുക അങ്ങനെയൊക്കെയാണ് കേട്ടോ കൂടുതൽ. മീൻസ് പണ്ട് അങ്ങനെ പ്രൊണൗൺസിയേഷൻ അങ്ങനെ പറയും, ശരിക്കും ചാമ്പ്യൻ എന്നാണ്. അപ്പോൾ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞു. തിരക്ക് കണ്ടോ. ഇവിടെ വിഷു ആയാലും പെരുന്നാളുകളായാലും ഉത്സവങ്ങളായാലും ഇവിടെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഇവിടെ നിന്നാണ് മെയിൻലി നമ്മൾ ഇരിഞ്ഞാലക്കുട ഉള്ളവരായാലും പിന്നെ പെരുന്നാൾ അവിടെയൊക്കെ ഉള്ളവരായാലും ഇവിടെ വന്ന് മേടിക്കും കേട്ടോ, കൊടുങ്ങല്ലൂർ സംഭവങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറേ ഐറ്റംസ് മേടിച്ചു. ഇങ്ങനെ നിരന്ന് ക്യൂ ആണ്. അങ്ങനെ ഓരോന്നിൻ്റെയും പ്രൈസുകളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ഐറ്റത്തിൻ്റെ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്കെടുത്ത് നമ്മളുടെ ഈ ഒരു കൊട്ടയിൽ ഇടാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് മേടിക്കാനായിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കണം. അപ്പോൾ നമ്മൾ ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ട് നമുക്കിങ്ങനെ ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോരുത്തരും പാസ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ആവശ്യമുള്ളത് മാത്രമല്ലേ ഇടണുള്ളൂ, അല്ലാതെ നമ്മൾ എടുക്കണില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഐറ്റംസും എടുത്ത് നമ്മൾ ലാസ്റ്റ് നമ്മൾ ബിൽ കൗണ്ടറിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റത്തെ ഇവിടെ മാലപ്പടക്കം ഉണ്ട്. അപ്പോൾ മാലപ്പടക്കമൊക്കെ മേടിച്ച് നമ്മൾ ബില്ല് ചെയ്യാനായിട്ട് കൊടുത്തു. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ അതാ നമ്മൾ പള്ളിയുടെ അവിടെയാണ് നമ്മൾ പാർക്കൊക്കെ ചെയ്യാനായിട്ട് ഇട്ടത്. അവിടെ നിന്ന് നമ്മളിങ്ങനെ നേരെ നമ്മൾ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്നപ്പോൾ നമ്മൾ പാപ്പൻ്റെ അവിടേക്ക് കയറി. പാപ്പൻ്റെ അവിടെ കയറിയപ്പോൾ അവിടെ നല്ല കണിക്കൊന്നകൾ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കണിക്കൊന്ന് പൊട്ടിക്കാനായിട്ട് കയറിയതാണ്. അപ്പോൾ നമ്മൾ കണിക്കൊന്നൊക്കെ നോക്കി നല്ല മരം നിറച്ച് കണിക്കൊന്ന ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മളെങ്കിൽ കുറച്ച് കണിക്കൊന്നയും കാര്യങ്ങളൊക്കെ പൊട്ടിക്കാം. புறப்படும் பெண்ணே நான் பூவைந்தால் தீ வந்து விரல் சுடும் கண்ணே நான் தீ வரைந்தால் உயிரல்லதெல்லாம் உயிர் கொள்ளும் என்றால் உயிருள்ள நானோ என்னாலுமே உயிர் வாங்கிடும் ஓவியம் நீளே. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് എൻ്റെ വീട്ടിലോട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കണിക്കൊന്നയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഇവിടെയും കണിക്കൊന്നി ഉണ്ടായിരുന്നു. എനിക്കത് ഓർമ്മയുണ്ടായിരുന്നില്ല. ഇവിടെ മരണ്ട്, നമ്മുടെ കൊന്നമരം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറേ കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പിന്നെ കുറച്ച് ചെത്തിയും കാര്യങ്ങളൊക്കെ ഞാൻ പൊട്ടിച്ചു. എന്നിട്ട് നമുക്ക് മാല കുറക്കണമല്ലോ, അപ്പോൾ ഇവിടെ നന്നായിട്ട് കുറേ ചെത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെത്തിയും തുളസിയിലയും ഒക്കെ വെച്ചിട്ട് നമ്മൾ നല്ലൊരു പൂവുണ്ടാക്കി, മീൻസ് മാല ഉണ്ടാക്കി. മാല കോർത്ത് വെക്കാനായിട്ട് നമ്മൾ കൃഷ്ണനെ ചാർത്താനായിട്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കണിക്കൊന്നി ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്നും കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ഇവിടെ നിന്നും കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കണിക്കൊന്നി കൊണ്ടിട്ട് അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ അല്ലാതെ അറേഞ്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ പൂക്കളൊക്കെ പൊട്ടിച്ച് വെച്ചിട്ട് നമ്മൾ മാല കോർക്കുകയാണ്. അങ്ങനെ മാല ഇവിടേക്കും കോർത്തു. അതുപോലെ തന്നെ വിഷുണ്ട് അവിടേക്കും കൊണ്ടുപോകാനായിട്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ട് തന്നെ മാല കോർത്ത് വെച്ചു. അങ്ങനെ മാലയൊക്കെ കോർത്ത് നമ്മൾ സെറ്റായിട്ടുണ്ട്. നമ്മളുടെ മാലയൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇപ്പോൾ ആരും ഇല്ലല്ലോ, ചേട്ടനോ ഗൾഫിലാണ്. അപ്പോൾ
അവനിങ്ങനെ കല്യാണ സമയത്ത് എത്തും. അപ്പോൾ അത് ഇവിടെ കുറച്ച് നമ്മൾ പടക്കവും മേശാപ്പൂവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പൊട്ടിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഈ വിശേഷമൊക്കെ കണ്ടിട്ട് വരാം. நான் பூவறிந்தால் தீ வந்து விரல் சுடும் கண்ணே நான் தீவறிந்தால் അത് കത്തി കഴിഞ്ഞോ? അങ്ങനെ ഇവിടെ പടക്കവും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചു. അതുപോലെ തന്നെ ഇവിടെ അമ്മ ഓട്ടടയും അതുപോലെ തന്നെ മട്ടൻ കറി ഉണ്ടാക്കി വെച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ വിഷ്ണുവിൻ്റെ അവിടെ പോയിട്ട് പിന്നെ അവിടെയാണ് ഫുള്ള് പൊട്ടിച്ച് തീർത്തത് നമ്മളുടെ പടക്കവും കാര്യങ്ങളൊക്കെ. പിന്നെ പാപ്പൻ്റെ അവിടെയും നമ്മുടെ പാപ്പൻ്റെ മോനാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മൾ പടക്കവും കാര്യങ്ങളൊക്കെ പൊട്ടിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോയോ. കൂട്ടിട്ടോ കത്തിച്ചേർന്നേ ഇല്ല. അവിടെ കത്തിച്ചോ? അടീന്ന് കത്തിട്ടില്ല. പൊട്ടി അങ്ങനെ ഇവിടുത്തെ ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വിഷ്ണുവിൻ്റെ കസിൻസും ഫ്രണ്ട്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ ഇവിടെ ഇനി അവരുടെ ഒരു പാചകം ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ മസാലസും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഓരോന്ന് കരിഞ്ഞ് സംഭവങ്ങളൊക്കെ ആക്കണം. നമ്മളുടെ ഈ ഒരു വീഡിയോ ഇത്രയ്ക്കുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു ആൻഡ് താങ്ക് യു സോ മച്ച്.